ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2022 നടന്നിട്ടുള്ള HSA മാത്തമാറ്റിക്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ HSA മാത്തമാറ്റിക്സിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 33 വയസ്സാണ്. ഇതിൽ പുരുഷന്മാരുടെ മാത്രം ശരാശരി പ്രായം 42 വയസ്സും സ്ത്രീകളുടേത് മാത്രം ശരാശരി പ്രായം 27 വയസ്സുമാണെങ്കിൽ ആ ഗ്രൂപ്പിലെ പുരുഷന്മാരുടെ ശതമാനം എത്ര? ഓക്കെ, ചോദ്യം വ്യക്തമായല്ലോ. ആകെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 33 വയസ്സും പുരുഷന്മാരുടെ മാത്രം 42 വയസ്സാണ്. സ്ത്രീകളുടെ മാത്രം ശരാശരിയാണെങ്കിൽ 27 വയസ്സാണെന്നാണ് തന്നിരിക്കുന്നത്. ഇനി ചോദ്യം എന്തായിരുന്നു? പുരുഷന്മാരുടെ ശതമാനം എത്ര എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ പുരുഷന്മാരുടെ ശരാശരി എടുക്കുന്നു, അതുപോലെ സ്ത്രീകളുടെ ശരാശരി എഴുതുക. ഓക്കെ, ദെൻ ഈ ഗ്രൂപ്പിൻ്റെ ആകെ ശരാശരി 33 അല്ലേ? അപ്പോൾ ഇവയ്ക്ക് നടുവിലായിട്ട് നമുക്ക് എന്ത് എഴുതാം? 33 ഇതുപോലെ എഴുതി കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരാശരി ഉണ്ടല്ലോ, അതും ഗ്രൂപ്പിൻ്റെ ആകെ ശരാശരിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഓക്കെ, എന്നിട്ട് എഴുതുന്ന രീതി നോക്കിക്കോളൂ. 27 33 തമ്മിലുള്ള ഡിഫറൻസ് അതേ ലൈനിൽ തന്നെ എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതി വയ്ക്കുക. പക്ഷേ അത് പുരുഷൻ്റെ താഴെയായിട്ടാണ് വരുന്നത് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ 42 33 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ഓക്കെ, പുരുഷന്മാരുടെ ശരാശരിയായ 42ഉം ആ ഗ്രൂപ്പിൻ്റെ ആകെ ശരാശരിയായ 33 തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. 9 അത് അവയ്ക്ക് നേരെ തന്നെ ഇതുപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംഗതി എളുപ്പമാണ്. ഒരു തവണ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഈ കിട്ടുന്ന 6ഉം 9ഉം എന്താണ്? ഈ ഗ്രൂപ്പിലുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധമായിരിക്കും നമുക്കിങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 6:9 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വ്യക്തമായല്ലോ? അപ്പോൾ ആവറേജ് അഥവാ ശരാശരി എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. 2 ഗ്രൂപ്പ് തന്നിട്ടുണ്ടാവും, 2 ഗ്രൂപ്പിൻ്റെ സെപ്പറേറ്റ് ശരാശരി തന്നിട്ടുണ്ടാവും, ആ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ശരാശരി തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ഇതുപോലെ അലിഗേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആ ഓരോ ഗ്രൂപ്പിലുമുള്ള അംഗങ്ങളുടെ എണ്ണങ്ങളുടെ അംശബന്ധമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും എണ്ണങ്ങളുടെ അംശബന്ധമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 6:9 അംശബന്ധം അഥവാ റേഷ്യോ ആണ് നമുക്ക് 6:9 എന്ന് കിട്ടിയിരിക്കുന്നത്. വ്യക്തമായല്ലോ? ഓക്കെ, അതിനർത്ഥം എന്താ? ഈ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 6 പുരുഷന്മാരാണെങ്കിൽ അവിടെ 9 സ്ത്രീകളായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, 6 പുരുഷന്മാർക്ക് 9 സ്ത്രീകൾ. അതല്ല എങ്കിൽ നമുക്ക് പറയാം 15 പേരാണെങ്കിൽ ആകെ 6+9 മൊത്തം 15 പേരുണ്ടെങ്കിൽ അതിൽ 6 പേര് പുരുഷന്മാരും അതുപോലെ 9 പേര് സ്ത്രീകളാണ് എന്നാണ് ഈ ഒരു റേഷ്യോൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ആ ഗ്രൂപ്പിലെ പുരുഷന്മാരുടെ ശതമാനം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, പുരുഷന്മാരുടെ എണ്ണമാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പുരുഷന്മാരുടെ എണ്ണം ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കിക്കോളൂ. പുരുഷന്മാരുടെ എണ്ണമല്ല ശതമാനമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ എടുക്കാം? ആകെ 15 പേരാണെങ്കിൽ അതിൽ 6 പേര് പുരുഷന്മാരാണ് അല്ലേ? ഇനി അതിന് ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ×100 എന്ന് കൊടുക്കാം. ഓക്കെ, ശതമാനത്തിൽ കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ×100 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 40% എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻസർ 40% ആണ് ശതമാനം. പുരുഷന്മാരുടെ ശതമാനം എന്ന് പറയുന്നത് 40% എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുരുഷന്മാരുടെ ശരാശരി എഴുതുന്നു, സ്ത്രീകളുടെ ശരാശരി എഴുതുക. അതിനുശേഷം ആ ഗ്രൂപ്പിൻ്റെ ആകെ ശരാശരി ഇതുപോലെ നടുവിൽ എഴുതുന്നു. അതിനുശേഷം ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. അപ്പോൾ വ്യത്യാസം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 27ഉം 33 തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. അത് ഇങ്ങനെ ഇവിടെ തന്നെ വേണം എഴുതാനായിട്ട്. അതുപോലെ പുരുഷന്മാരുടെയും ആകെ ശരാശരിയും തമ്മിലുള്ള ഡിഫറൻസ് ഇതുപോലെ ഇവിടെയും തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ കിട്ടുന്നതായിരിക്കും എന്ത്? ഇതിലെ അംഗങ്ങളുടെ എണ്ണങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും എണ്ണങ്ങളുടെ അംശബന്ധം 6:9 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് പുരുഷന്മാരുടെ ശതമാനം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആകെ എണ്ണം എന്ന് പറയുന്നത് ഈ ശതമാനം ഉണ്ടല്ലോ,
അംശബന്ധം ഉണ്ടല്ലോ, അതിൽ ആകെ എത്രയാണ്? ടോട്ടൽ 6ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 15ആണല്ലോ. ആ 15ൽ എത്ര പേരാണ് പുരുഷന്മാർ? 6 പേരാണ്. അപ്പോൾ 6/15 ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 100 ചെയ്തു. അങ്ങനെ നമുക്ക് 40% എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഈ ചോദ്യം വ്യക്തമായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 2021 സെപ്റ്റംബർ 1 ബുധനാണെങ്കിൽ 2022 സെപ്റ്റംബർ 30 ഏത് ദിവസമായിരിക്കും? 2021 സെപ്റ്റംബർ 1 ബുധനാണെങ്കിൽ 2022 സെപ്റ്റംബർ 30 ഏത് ദിവസം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2021 സെപ്റ്റംബർ 1 ബുധനാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം 2022 സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് വ്യാഴമായിരിക്കും. എങ്ങനെയാണത് കിട്ടിയത്? 2021 സെപ്റ്റംബർ 1 ബുധനാണെങ്കിൽ 2022 അടുത്ത വർഷത്തിലെ അതേ ദിവസം എങ്ങനെയാണ്? തൊട്ടടുത്ത ദിവസമായ വ്യാഴമായിരിക്കും. അതായത് അടുത്തടുത്തുള്ള സാധാരണ വർഷങ്ങളിലെ ഒരേ ദിവസങ്ങൾ തമ്മിൽ ഒരു ദിവസ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ കലണ്ടർ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. അടുത്തടുത്ത വർഷങ്ങൾ, അതിൻ്റെ ഒരേ ദിവസങ്ങൾ തമ്മിൽ ഒരു ദിവസ വ്യത്യാസം, സാധാരണ വർഷങ്ങൾ. ഓക്കെ, ലീപ്പ് ഇയർ അല്ല, സാധാരണ വർഷങ്ങളാണ്. സാധാരണ വർഷത്തിൻ്റെ പ്രത്യേകത 365 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ വർഷങ്ങൾ, 2021 ഒരു സാധാരണ വർഷമാണ്, 22ഉം സാധാരണ വർഷമാണ്, ലീപ്പ് ഇയർ അല്ല, അതിവർഷമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് അടുത്തടുത്തുള്ള വർഷങ്ങളിലെ ഒരേ ദിവസം, സെപ്റ്റംബർ 1 അടുത്ത വർഷത്തിലെ സെപ്റ്റംബർ 1, അതാണ് ഒരേ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവ തമ്മിൽ ഒറ്റ ദിവസത്തെ വ്യത്യാസമാണ്. അപ്പോൾ 2021 സെപ്റ്റംബർ 1 ബുധനാണെങ്കിൽ 2022 സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് ഏതായിരിക്കും? വ്യാഴമായിരിക്കും. ഇനി അതിവർഷമാണെങ്കിൽ 2 ദിവസ വ്യത്യാസമായിരിക്കും. ഓക്കെ, അതിവർഷം എന്ന് പറഞ്ഞാൽ 366 ദിവസങ്ങളുള്ളത്, 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വർഷങ്ങളാണ് അതിവർഷം. അതിവർഷമാണ് വരുന്നതെങ്കിൽ 2 ദിവസത്തെ വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കൂ, 2022 സെപ്റ്റംബർ 1 വ്യാഴമാണെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേ മാസത്തിലെ സെപ്റ്റംബർ 30 അല്ലേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? 30-ാം തീയതി ഏത് ദിവസം എന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ 1 വ്യാഴമാണെങ്കിൽ സെപ്റ്റംബർ 2 വെള്ളി, സെപ്റ്റംബർ 3 ശനി, ഇങ്ങനെ എണ്ണി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കലണ്ടറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെപ്റ്റംബർ 1 തന്നിട്ടുണ്ട്. എത്ര കൂട്ടണം നമുക്ക് സെപ്റ്റംബർ 30 കിട്ടാനായിട്ട്? എത്ര ദിവസങ്ങൾ കഴിയണം? 29 ദിവസത്തെ വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ, സെപ്റ്റംബർ 1 തന്നിട്ടുണ്ട്. സെപ്റ്റംബർ 30 29 ദിവസങ്ങൾ കൂട്ടണം. ഓക്കെ, 29 ദിവസത്തെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 29 ദിവസങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പോയാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അല്ലേ. അതിനായിട്ടുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമുക്കറിയാം 7 ദിവസം കൂടുമ്പോൾ അതേ ദിവസമല്ലേ ആവർത്തിക്കുന്നത്. ഓക്കെ, 7 ദിവസം കൂട്ടിയാൽ എന്താണ്? അതേ ദിവസം ആവർത്തിക്കും. വീണ്ടും 7 ദിവസം കൂട്ടുമ്പോഴോ അതേ ദിവസം തന്നെ ആവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര 7 ദിവസങ്ങൾ ഇവിടെ കഴിയണമെന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 7, 14, 7ൻ്റെ ഗുണിതങ്ങളിലെല്ലാം ഇതേ ദിവസങ്ങൾ ആവർത്തിക്കുകയാണ്. 7, 14, അടുത്തത് 21, 28, അതിലെല്ലാം എന്താണ്? ഇതേ ദിവസം തന്നെ ആവർത്തിക്കുകയാണ്. അതായത് സെപ്റ്റംബർ 1 വ്യാഴമാണെങ്കിൽ ഈ വ്യാഴം തന്നെയാണ് 7 ദിവസം കൂടുമ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ അതേ ദിവസം, 14, 21, 28 ദിവസം കഴിഞ്ഞാലും അതേ ദിവസമാണ്. അപ്പോൾ ഒറ്റ ദിവസം മാത്രം കൂട്ടിയാൽ പോരെ. 28 കഴിഞ്ഞാലും എന്താണ്? 28 ദിവസം കഴിഞ്ഞാലും ഇതേ വ്യാഴം തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം മാത്രം അവിടെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 29 ദിവസത്തിന് പകരം നമുക്ക് എന്തെടുക്കാം? ഒരു ദിവസ വ്യത്യാസം എന്നെടുക്കാം. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴി എന്ന് പറയുന്നത് ഈ 29നെ 7 കൊണ്ട് ഹരിച്ചിട്ടുള്ള ശിഷ്ടം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്ര ദിവസ വ്യത്യാസം കിട്ടിയാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് 29 ദിവസ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ദിവസ വ്യത്യാസത്തിന് തുല്യമാണ്. അതെങ്ങനെയാണ് ചെയ്തത്? 29നെ 7 കൊണ്ട് ഹരിച്ചിട്ടുള്ള ശിഷ്ടം എത്രയാണോ അത്രയും മാത്രം കൂട്ടിയാൽ മതി. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കലണ്ടർ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. അത് കുറേ കാര്യങ്ങൾ നമുക്കവിടെ പറയാനുണ്ട്. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദിവസ വ്യത്യാസം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 30 ഏത് ദിവസമായിരിക്കും? ഒരു ദിവസം മാത്രം കൂട്ടിയാൽ പോരെ. വ്യാഴം +1 എന്ത് വരും? വെള്ളി എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 2021 സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. 2022 സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് അതിന് അടുത്ത ദിവസം വ്യാഴമായിരിക്കും. കാരണം സാധാരണ വർഷം വരികയാണെങ്കിൽ അടുത്തടുത്തുള്ള വർഷങ്ങളിലെ ഒരേ ദിവസങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി സെപ്റ്റംബർ 1 ഉണ്ട്. സെപ്റ്റംബർ 30 29 ദിവസങ്ങൾ കഴിയണം. 29 ദിവസ വ്യത്യാസത്തെ ഒരു ദിവസ വ്യത്യാസം എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിനോട് 1 കൂട്ടിയാൽ വെള്ളി എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, വ്യക്തമായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം.
എ ബി എന്ന സംഖ്യകളുടെ LCM അഥവാ ലസാഗു എന്ന് പറയുന്നത് 6ഉം ഉസാഗ അഥവാ GCD അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 2ഉം ആണെങ്കിൽ A+Bയുടെ സാധ്യമായ വില എന്ത്? A+B ആവാനുള്ള സാധ്യമായ വില, പോസിബിലിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, പോസിബിൾ വാല്യൂ ഓഫ് A+B ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ LCMും HCFുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലം അഥവാ സംഖ്യകളുടെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്താണ്? സംഖ്യകളുടെ ഗുണനഫലം അഥവാ സംഖ്യകളുടെ പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത് വരും? A ഇൻറ്റു B എന്താ വരുന്നത്? A ഇൻറ്റു B എന്ന് പറയുന്നത് എന്താണ്? LCMും HCFും തമ്മിൽ ഗുണിച്ചതാണല്ലേ. അത് എത്രയാണ്? 6 ഇൻറ്റു 2 12 ആയിരിക്കും സംഖ്യകളുടെ ഗുണനഫലം. വ്യക്തമായല്ലോ. സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. അപ്പോൾ ഇനി രണ്ട് സംഖ്യകൾ എയും ബിയും എടുക്കുന്നു. അവയുടെ ഗുണനഫലം 12 കിട്ടണമെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ ആവാനാണ് പോസിബിലിറ്റി എന്ന് നോക്കാം. ഓക്കെ, A ഇൻറ്റു ബി എന്ന് പറയുന്നത് 12 ആണെങ്കിൽ സംഖ്യകളാവാൻ എയും ബിയും ആവാൻ പോസിബിലിറ്റി ഏതൊക്കെയാണ്? വാല്യൂസ് 1ഉം 12ഉം വരാം അല്ലേ. പ്രോഡക്റ്റ് അവിടെ 12 ആണ്. ഇനി 2ഉം 6ഉം വന്നാലും എന്താണ്? ഗുണനഫലം എന്താ? 12 ആണ്. 3ഉം 4ഉം വന്നാലോ ഗുണനഫലം എന്താണ്? 12 ആണ്. പക്ഷേ ചോദ്യത്തിൽ എയും ബിയും തമ്മിലുള്ള LCM 6 ആണെന്നും HCF 2 ആണെന്നും തന്നിട്ടില്ലേ. അപ്പോൾ ഇതിൽ ഏത് പെയർ എടുത്താലാണ് LCM 6ഉം അതുപോലെ HCF 2ഉം വരുന്നതെന്ന് നോക്കുക. ഏത് പെയർ എടുത്താലായിരിക്കും നോക്കൂ. 1ഉം 12ഉം എടുത്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല? LCM 6 വരുന്നില്ല, HCF 2ഉം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതല്ല. ദെൻ 2ഉം 6ഉം എടുക്കുകയാണെങ്കിലോ 2ഉം 6ഉം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ LCM എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. അതുപോലെ HCF എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇപ്പോൾ LCMും HCFിൻ്റെയും മീനിങ് എല്ലാം അറിഞ്ഞിരിക്കണം ഇത് ചെയ്യാനായിട്ട്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇതിൽ വലിയ സംഖ്യ എടുത്ത് നോക്കിയാൽ വലിയ സംഖ്യ 6 ആണ്. അപ്പോൾ 6ൽ 2ഉം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 6 എന്ന് പറയുന്നത് LCM ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് 2 6 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ 3 4 എടുക്കുകയാണെങ്കിലോ LCM 12 ആണ് വരുന്നത് അല്ലേ. HCF ആണെങ്കിലോ 1 ആണ്. അപ്പോൾ ഇതും അല്ല. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി വരുന്ന ഏതാണ്? 2ഉം 6ഉം ആണ് നമ്പേഴ്സ് ആവാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ എയും ബിയും ആവാനുള്ള സാധ്യത ഏതൊക്കെയാണ്? 2ഉം 6ഉം ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചത് എന്താ? A+B ആണല്ലേ. അപ്പോൾ A 2ഉം B 6ഉം ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ A+B എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലത്തോട് ഈക്വൽ ആണ്. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? LCMും HCFും തമ്മിൽ ഗുണിച്ചപ്പോൾ 12 കിട്ടുന്നുണ്ട്. അതായിരിക്കും സംഖ്യകളുടെ ഗുണനഫലം. അതായത് സംഖ്യകൾ ഗുണിച്ചാൽ 12 കിട്ടണം. അങ്ങനെ 12 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കി. 1 12, അതുപോലെ 2 6, 3 4 ഇവയെല്ലാം എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടുന്നുണ്ട്. പക്ഷേ ചോദ്യത്തിൽ എന്ത് പറയുന്നുണ്ട്? LCM 6ഉം HCF 2ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ആവാനുള്ള പോസിബിലിറ്റി ഇതിൽ ഏതാണ്? 2ഉം 6ഉം ആണല്ലേ. അപ്പോൾ എയും ബിയും 2ഉം 6 ആണെങ്കിൽ A+B എന്ന് പറയുന്നത് എന്ത് വരും? 8 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 6K ± 1 രൂപത്തിലല്ലാത്ത അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ഏത്? ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വേർഡ് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 6K ± 1 രൂപത്തിലല്ലാത്ത അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അഭാജ്യ സംഖ്യ എന്താണെന്ന് അറിയാലോ. പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താ? ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് ആ നമ്പേഴ്സിനെ 1 കൊണ്ടോ അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആയിട്ട് വരികയുള്ളൂ. അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ വേഗത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അഭാജ്യ സംഖ്യ ഏത് എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് അഭാജ്യ സംഖ്യ നോക്കൂ. ഓപ്ഷൻ എ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 15 കണ്ടാൽ തന്നെ അത് എന്തല്ല? അഭാജ്യ അല്ല അല്ലേ. 15 എന്താ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 485നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു നമ്പർ അഭാജ്യമല്ല എന്ന് നമ്മൾ കാണിച്ചാൽ മതി. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 15 എന്നുള്ളത് അഭാജ്യമല്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനെ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഓപ്ഷൻ ബി എടുക്കുന്നു. ഓക്കെ,
അതായത് 6k +or-1 എന്ന രൂപത്തിലല്ലാത്ത അഭാജ്യ സംഖ്യ ഏത് എന്ന്, അഭാജ്യ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ എ എടുക്കുന്നു, അതവിടെ അഭാജ്യമല്ല, അപ്പോൾ പിന്നെ വേറെ നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി എടുത്താലോ 32 അഭാജ്യമല്ലല്ലോ, 32 എന്നുള്ള പ്രൈം അല്ല, ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പോൾ ഒരിക്കലും എന്താവില്ല, പ്രൈം നമ്പർ ആവില്ല. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി എടുത്താലോ, അതിൽ 818, അതെന്താ 818 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൻ നമ്പറാണ്, അതൊരിക്കലും അഭാജ്യമാവില്ല. 51 ആണെങ്കിലോ അതും ആവില്ല, കാരണം എന്താ, അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സിയും ആൻസർ അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 6k +or-1 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, 6k +or-1 എന്ന് പറഞ്ഞാൽ 6k എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിൾ, അതിനോട് 1 കൂട്ടുകയോ 1 കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു അഭാജ്യ സംഖ്യ കിട്ടണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 6k +or-1 എന്ന് പറഞ്ഞാൽ എന്താണ്, 6ന്റെ ഗുണിതം അതിനോട് 1 കൂട്ടിയതോ അല്ലെങ്കിൽ 1 കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, അഭാജ്യം കിട്ടണം. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഇതിന് ആൻസർ പറയാൻ പറ്റും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പഠിക്കുമ്പോൾ ഓപ്ഷനും കൂടി യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്. ഈസി ആയിട്ട് എങ്ങനെ ആൻസറിലോട്ട് എത്താൻ പറ്റും അത്രയും ഈസി ആയിട്ട് തന്നെ, അത്രയും ഈസി ആയിട്ടുള്ള വഴിയായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഈ 10 സംഖ്യകളിലെ ഓരോ സംഖ്യയും 5 വീതം വർദ്ധിപ്പിച്ചാൽ അവയുടെ ശരാശരി എന്താകും? ചോദ്യം ഇങ്ങനെയാണ്, 10 സംഖ്യകളുണ്ട്, അവയുടെ ശരാശരി 20 ആണ്. ആ 10 സംഖ്യകളിലെ ഓരോ സംഖ്യ എന്ത് ചെയ്യുന്നു, 5 വീതം വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, അതിലുള്ള 10 സംഖ്യയുടെ കൂടെ 5 കൂട്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടുമല്ലോ, ആ നമ്പേഴ്സിൻ്റെ ശരാശരി എത്രയാണെന്നാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യാം. 10 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഇനി അതിൽ ഓരോ സംഖ്യയും 5 വീതം വർദ്ധിപ്പിച്ചാൽ ശരാശരി എന്താ, ശരാശരിയും 5 കൂട്ടുക. വെറും 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഓരോ സംഖ്യയും എന്താണ്, 5 വീതം വർദ്ധിപ്പിച്ചാൽ പുതിയ ശരാശരി എന്താകും, ശരാശരിയും 5 കൂട്ടുക. 20 അല്ലേ ശരാശരി, അതിനോടൊപ്പം 5 കൂട്ടിയാൽ ആൻസർ എന്ത് വരും, 25 വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നോക്കിക്കോളൂ. സംഖ്യകളുടെ ശരാശരി x ആണെന്ന് കരുതുക. അതിൽ ഓരോ സംഖ്യയും a വീതം വർദ്ധിപ്പിച്ചിട്ട് പുതിയ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്, പഴയ ശരാശരി എന്താണോ അതിനോടൊപ്പം ആ വർദ്ധിപ്പിച്ച സംഖ്യ എന്തോ അത് കൂട്ടിയതായിരിക്കും പുതിയ ശരാശരി, അതായത് x + a ആയിരിക്കും. ഇനിയോ നോക്കൂ, ഓരോ സംഖ്യയും a വീതം കുറച്ചാൽ വർദ്ധിപ്പിച്ചാൽ മാത്രമല്ല, ഓരോ സംഖ്യയും എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓരോ സംഖ്യയിൽ നിന്നും a വീതം കുറച്ചാൽ പുതിയ ശരാശരി എന്തായിരിക്കും, x - a. ഓക്കെ, പുതിയ ശരാശരി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, പഴയ ശരാശരി എന്താണോ ആ ശരാശരിയിൽ നിന്നും a കുറയ്ക്കുക. ഓക്കെ, ഓരോന്നും a വീതം വർദ്ധിപ്പിച്ചാൽ പുതിയ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണോ വർദ്ധിപ്പിച്ചത് അത് കൂട്ടുക. ഇനി ഓരോന്നിൽ നിന്നും a വീതം കുറച്ചാൽ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്, x - a ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ 10 സംഖ്യകൾക്ക് ശരാശരി 20 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, അതിൽ ഓരോ സംഖ്യയും 5 വീതം വർദ്ധിപ്പിച്ചാൽ എന്നല്ലേ തന്നിരിക്കുന്നത്. ഇനി 5 വീതം കുറച്ചാൽ എന്താണ്, ശരാശരി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പഴയ ശരാശരിയിൽ നിന്നും 5 കുറച്ചാൽ മതി. ഇനി അടുത്തത്, ഓരോ സംഖ്യയും a വീതം ഗുണിക്കുകയാണെങ്കിലോ, ഓരോ സംഖ്യയും a വീതം ഗുണിച്ചാൽ പുതിയ ശരാശരി എന്താണ്, അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പഴയ സെറ്റ് ഓഫ് നമ്പേഴ്സിന് നമ്മൾ a വീതം ഗുണിച്ചിരിക്കുകയല്ലേ, അപ്പോൾ പുതിയ ശരാശരി എന്ന് പറയുന്നത് എന്താണ്, പഴയ ശരാശരിനെയും എന്തുകൊണ്ട് ഗുണിക്കുക, അതേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി, x × a. ക്ലിയർ ആണല്ലോ. അപ്പോൾ സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഇനി 10 സംഖ്യകളിലെ ഓരോ സംഖ്യയും 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ശരാശരി ചോദിച്ചാൽ എന്താണ്, ശരാശരിയും 20 × 5 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് HSA മാത്തമാറ്റിക്സ് 2022 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ HSA മാത്തമാറ്റിക്സിൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്